നമസ്കാരം മിസ്സേ. ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. വേറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ, നല്ല മഴയാണ്. അതുകൊണ്ട് സ്റ്റോറിയുടെ സൗണ്ടിന് വല്ല ക്ലാരിറ്റിയുടെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഈ മഴയുടെ ഇടയ്ക്ക് തന്നെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. സൗണ്ട് ചെറുതായിട്ട് പോയോ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഞാൻ മഴ മാറാൻ വേണ്ടിയിട്ട് കുറേ കാത്തു നിന്ന്, രാവിലെ തൊട്ട് കാത്തുനിൽക്കുകയായിരുന്നു എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നടന്നില്ല. ഇടയിൽ വെച്ച് മഴ മാറിയപ്പോഴാണെങ്കിലോ കറണ്ടൊക്കെ പോയി ആകെ പ്രശ്നമായിട്ടിരിക്കുകയായിരുന്നു. ചാർജ് ഒന്നും ഇല്ലാണ്ടേ. അപ്പോൾ ചാർജൊക്കെ കുത്തിവെച്ച് സെറ്റാകുമ്പോഴേക്കും നല്ല മഴ പെയ്ത്. ഇപ്പം നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, സ്റ്റോറി ഉണ്ടോ? പിന്നല്ല, എൻ്റെ പെങ്ങളുടെ വിഷമം സെറ്റിന് മനസ്സിലാവും. ഇവിടെ ആരുമില്ലാത്തതിൻ്റെ വിഷമം. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. ഇനി നമുക്ക് പൊളിക്കാം മുത്തേ. നിന്റെ ചേട്ടൻ പൊളിയാ. എൻ്റെ ചേട്ടൻ എന്തെങ്കിലും അറിയാലോ. എൻ്റെ വൈബിനകത്ത് ഒരാൾ ഇവിടെ കാണൂലാന്ന് എല്ലാവരും ആരാഹുവിൻ്റെ പിന്നിറങ്ങാൻ നടക്കും. എനിക്കാരുണ്ടായിരുന്നില്ല. ചേട്ടൻ വന്നോണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. ഇനി നമുക്ക് എന്തായാലും പൊളിക്കണം. പിന്നല്ല, നമുക്ക് പൊളിക്കാം മുത്തേ. അല്ല, എൻ്റെ പെണ്ണെവിടെ? അറിയൂല ചേട്ടാ. സത്യം പറയാലോ, ഓളെ മിസ്സിങ് ആണ്. ഇപ്പം വരാം ബിസി എന്നും പറഞ്ഞു പോയതാ. പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ആണോ? എന്നാ നീ എന്നെ കണ്ടു കിട്ടുമ്പോൾ അറിയിക്ക്. അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എല്ലാവരും വായ നോക്കി നടക്കുന്നുണ്ടാവും. ഞാൻ വരുമ്പോൾ അവൾ കണ്ടായിരുന്നു, ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. എന്തായാലും വായ നോക്കി കിടക്കും. അപ്പോൾ ഞാൻ പോട്ടെ, നല്ല ക്ഷീണമുണ്ട്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാണ്ട്. എന്താടാ? ചതിച്ചതെൻ്റെ കോട്ടൻ രാഹുലി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. ഇപ്പോഴും എൻ്റെ പെണ്ണ് എവിടെയെന്ന് ചോദിച്ചു പോയതേ ഉള്ളൂ. നിന്നെ കണ്ടു കിട്ടി അറിയിക്കാൻ എന്നോട് പറഞ്ഞു. അത്രയ്ക്ക് സ്നേഹനിധിയായി എൻ്റെ ചേട്ടനെ പറ്റി നീ മാത്രമൊന്നും പറയരുത്. അതല്ല, ആ സാധനത്തിന് അങ്ങ് മാറ്റിയെടുത്ത്. ഇങ്ങനൊരു തറവൂനി. അതല്ല, ചതിച്ച് എൻ്റെ മമ്മി വഴിവെച്ച് പോയി. വഴിവെച്ചിട്ടൊന്നുമില്ല. സത്യം കിട്ടും, വഴിവെച്ചിട്ടൊന്നുമില്ല. ഞാൻ എൻ്റെ ഇവിടെ നിൽക്കണ്ടല്ലോ. വഴിവെച്ചെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുമോ? ഈ മിണ്ടരുത്. എന്നെ വിശ്വസിച്ചത് എൻ്റെ കുറ്റം. എൻ്റെ മാത്രമല്ല, ഈ 2 പേരുടെയും കുറ്റം. ഇവളാ നമ്മളെ ചതിച്ചത്. അതൊക്കെ മനസ്സിലായി. നീ അല്ലേ പറഞ്ഞു മമ്മി ചതിച്ചെന്ന്. അല്ല, എൻ്റെ കാര്യം എന്താണ്? എങ്ങനെ ചതിച്ചു? എപ്പോൾ ചതിച്ചു എന്ന് നീ പറയണേ. നീ കാര്യം പറയണേ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് തന്നെ. ഇടയ്ക്കൊക്കെ ഭൂമിയിലേക്ക് നോക്കണം. എപ്പോൾ നോക്കിയാലും ഈ സൊള്ളി നിന്നാൽ ഒന്നും നടക്കൂല. ഒന്നും നീ അറിയാൻ പോണില്ല. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞതാ. ചതിച്ചെന്ന്. നിന്നോട് ഇതിനെപ്പറ്റി പറയാൻ വേണ്ടി വരുമ്പോഴായിരുന്നു ഞാൻ ബിസിയാ എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയോടത്. എന്നിട്ട് അവളൊരു മാതിരി ചതിച്ച്. അപ്പം നീ ഇതാണെന്ന് എന്നോട് പറയാൻ വന്നത്? ഞാൻ പെട്ടെന്ന് എൻ്റെ ചേട്ടൻ വിളിച്ചപ്പോൾ പോവേണ്ട ആവശ്യം വന്നപ്പോൾ പോയതാ. നീയൊന്ന് ക്ഷമി. രാഹുലി മോനെ, ചേട്ടൻ വന്നടാ. ഇത് എപ്പോൾ ലാൻഡായി? കുറച്ചധികം നേരായി. അല്ല, എവിടെ എൻ്റെ കുട്ടൻ കാണാണ്ട് ഉറക്കുണ്ടായിരുന്നില്ല എനിക്ക്. അയ്യോ, എനിക്കൊരു സ്നേഹം. ആ മൂലയ്ക്ക് ഇൻസ്റ്റന്റ് കൊണ്ടുണ്ട്, പോയി നോക്കിക്കോ. അദ്വൈതിൻ്റെ കഷ്ടകാലം എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. ഡോറിൻ്റെ അവിടെ രാഹുലിൻ്റെ ഗിറ്റാർ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അദ്വൈത് അത് തുറന്നതും ഗിറ്റാർ ഇതേ കിടക്കണം നിലത്ത്. ശുഭം, ഇവൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റി ഈ പന്നിക്ക് കുഴപ്പമുണ്ടാവില്ല. ആ ഗിറ്റാറിന് എന്തെങ്കിലും പറ്റി ഇവനെ വെച്ചേക്കൂലല്ലോ. ഞാൻ ഒന്ന് പറയട്ടെ. നീ ഒന്നും പറയടത്തേണ്ടി. നീ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്താ ഗിറ്റാർ തെറ്റി പൊട്ടിക്കാനാണോ, അത് ടൂർ ആഘോഷിക്കാനാണോ? ഇതാ എൻ്റെ ഗിറ്റാറിന് എന്തെങ്കിലും പറ്റാണ്ടല്ലോ. നിന്റെ എല്ലൂരിഞ്ഞ്. എടാ, നിന്റെ ഗിറ്റാറിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ കണ്ട ഒന്നും പറ്റിയിട്ടില്ല. നീ ഇങ്ങനെ കടുത്ത തീരുമാനം എടുക്കരുത് രാഹുലി. അതിനൊന്നും പറ്റാത്തോണ്ട് നീ രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ നിന്റെ എല്ലൂരും പറഞ്ഞാൽ എല്ലൂരിയിരിക്കും ഞാൻ. ഈ പന്നിനെ കൊണ്ട് തോറ്റല്ല. എന്ത് പറഞ്ഞാലും ഇവനെന്തെൻ്റെ എല്ലിനോട് ഇത്ര ആഗ്രഹം. ആകെപ്പോഴേ കുഞ്ഞ് ശരിയുള്ളൂ. അതിൻ്റെ അടുത്ത് ഏറ്റു കൊണ്ടെടുത്താൽ ഞാൻ കുഴിമന്തിക്കളാവില്ല. ഇവന്തിങ്ങനെ ഇനി വരെ ചെന്നായിടോ മറ്റോ. എന്നാലും നാളെ തൊട്ടി പൊന്നി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങും. ആരടാ നിന്നെ നട്ടപ്പാതിരയ്ക്ക് വിളിക്കണം? അതെൻ്റെ ഫ്രണ്ടാ. അതാരടാ? ഞാനറിയാത്തൊരു ഫ്രണ്ട്. എൻ്റെ കുഞ്ഞമ്മ, എനിക്ക് പടവുളെ.
പിന്നെ എൻ്റെ കുഞ്ഞമ്മ എൻ്റെ ഫ്രണ്ട് ഒന്ന് പോടാ. ഞാൻ കിടന്നുറങ്ങുന്നു. ഇനി നല്ലത് കിടന്നുറങ്ങിക്കോ. ഹലോ, എന്താടോ? കാണേണ്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. നമുക്ക് നാളെ കാണാം. ഓക്കെ ഞാൻ ഇന്നലെ രാവിലെ വിളിക്കാം. ഇതന്നെ നമ്പറും. ഓക്കെ, ഞാൻ സേവ് ചെയ്തേക്കാം. ഇതന്നെ നമ്പർ സേവ് ചെയ്ത് വെച്ചേക്കാം. താൻ രാവിലെ വിളിക്കാം, ഞാൻ എടുക്കാം. ഓക്കെടോ. അല്ല, എവിടെ? ആര്? എന്തെവിടെയെന്ന്? ഓളെവിടെ? ഓ, മറ്റേ രണ്ടാമത്തെ പെങ്ങള്. അതന്നെ പെങ്ങള്. അതെവിടെ? പെങ്ങളുടെ കുഞ്ഞമ്മ. അപ്പോഴും നിങ്ങൾ സത്യം പറയരുത് കേട്ടോ. പറയാൻ സൗകര്യമില്ലടോ, വെച്ചിട്ട് പോടോ. അല്ല, ഹലോ വെച്ചാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ കൊച്ചു ഞാൻ എങ്ങനെ അറിയും? ജമൻഷാ, ഫോൺ എടുക്കടാ. എടാ, അത് കുറേ നേരമായിട്ട് അടിക്കാൻ തുടങ്ങിയിട്ട്. ഈ മരത്തറിയ ഫോൺ എടുക്കൂല, ഞാൻ എടുത്തോണ്ട്. ഹലോ, ആരാ? എൻ്റെ അപ്പൂപ്പൻ. ഹലോ അപ്പൂപ്പ, ഈ രാവിലെ തന്നെ എന്തിനാ വിളിക്കണേ? ഞാൻ എണീറ്റില്ലായിരുന്നു. അല്ല, പരലോകത്ത് റേഞ്ചൊക്കെ ഉണ്ടാ? ഉണ്ട്. ഇവിടെ കാലിൻ ഏറ്റവും കമ്പനിയിലെ മാനേജറാ. ഊള എടിപ്പോത്തെ എണീക്കണി. പോത്തുങ്ങളെ മറ്റോള് നിപ്പോടെ മരത്തറയാ കഴുതേ. മരത്തലയും കൊഴുത്തു വയ്ക്കും. ഞാൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാ. എണീക്കടി. ഞാൻ എണീക്കൂല. തനിക്ക് അത്ര നിർബന്ധമാണ്. താനിങ്ങ് വന്ന് എന്നെ എണീപ്പിക്ക്. നീ പോടാ മാക്കാച്ചി, വെച്ചിട്ട് പോടാ. മാക്കാച്ചിന്നാ? മാക്കാച്ചി നിന്റെ കെട്ട്. എടി കാട്ടുപോത്തേ. എടി കോക്കാച്ചി, ഇത് ഞാനടി രാഹുല്. ഓഹോ, എടാ മാക്കാച്ചി, ഇത് ഞാനാ അനന്യ. പടച്ചോനെ. പടച്ചോനോ? ഇങ്ങനെ മതം മാറിയ? അയ്യോ, മതം